ചേട്ടാ എന്തോ ബോട്ട് ഇപ്പൊ എടുക്കോ? പോട്ടെ, എനിക്ക് ധൃതിയുള്ളതാണ്. നീ ധൈര്യമായിട്ട് കയറ മോനെ, ഇതിപ്പൊ തന്നെ വിടും. എനിക്ക് 10 മണിക്ക് വല്ലെത്താനുള്ളതാണ്. എന്റെ ഈ ബൈക്കും കൊണ്ട് ഞാൻ ഈ റോഡിലൂടെ കുസ്തി പിടിച്ചടന്നതിനെ എത്തൂല, ആകെ സീനാവും. അതാണ് ഞാനിത് ചാടിക്കരുത്. നിങ്ങൾക്കൊക്കെ ഇപ്പോഴല്ലേ ഈ ബുദ്ധി തോന്നിയത്? നമ്മളൊക്കെ ഇത് പണ്ടേ പറയണേന്. ഈ ആളുകളൊക്കെ റോട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? ഒരു സ്ഥലത്തേക്ക് പോകാൻ എന്തുമാത്രം ബ്ലോക്കാണ്. അതിനിടെ കിടന്ന് ബസ്സുകാരുടെ മരണപ്പാച്ചിലും ആംബുലൻസിന്റെ നിലവിളിയും ജനം കിടന്നു വലയാണ്. ഇപ്പം എല്ലാവരും മെട്രോ എന്നും പറഞ്ഞിരിക്കുകയാണ്. മെട്രോ വന്നാൽ കുറേ ആശ്വാസം ഉണ്ടാവും, പക്ഷെ അതുകൊണ്ടൊന്നും തീരുന്നതല്ല പോലെ കൊച്ചിയുടെ പ്രശ്നം. അതിന് നമ്മൾ പുതിയ വഴികൾ കണ്ടുപിടിക്കണം. നീ ഈ പറഞ്ഞ വൈറ്റിലേക്ക് ബൈക്കിൽ കസർത്ത് കാണിച്ച് അവിടെ എത്തണതിന് 10 മിനിറ്റ് മുമ്പ് ബോട്ടിൽ നമുക്ക് അവിടെ എത്താം. പക്ഷേ നാട്ടുകാർക്കൊക്കെ ഈ വെള്ളത്തിൽ കൂടെ പോകണമെങ്കിൽ ഇപ്പൊ ഇവിടെ ഉള്ള ഈ ജങ്കാറും ബോട്ടും ഒന്നും പോരാതെ വരും. അതിനെ നമ്മുടെ മെട്രോക്കാര് പുതിയ കുറെ സെറ്റപ്പുകളൊക്കെ കൊണ്ടുവരാൻ പോണേട്ടാ. നല്ല പൊളി ബോട്ടുകളൊക്കെയാണ് ഇറങ്ങാൻ പോണത്. 100 പേരെ കൊണ്ട് ഈ വെള്ളത്തിൽ പറക്കും മച്ചാൻ. അതുപോലുള്ള സാധനങ്ങളൊക്കെ വന്നാലുണ്ടല്ല, ഇവിടെ മൊത്തം നമുക്ക് വെള്ളത്തിൽ കൂടി പോയി വരാൻ പറ്റും. നിങ്ങൾക്കൊക്കെ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. ഈ കൊച്ചിയുടെ ഭംഗിയാണെങ്കിലേ വെള്ളത്തിൽ കൂടി തന്നെ പോയി കാണണം. അത് പറയണോ, ചില്ല് സീനായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ ഈ ജെട്ടിയൊക്കെ മൊത്തത്തിലാണ് സെറ്റപ്പ് ആക്കും. നല്ല നൈസ് റോഡുകൾ, സൈക്കിൾ ട്രാക്കുകളൊക്കെയാണ് വരാൻ പോണത്. ഇതൊക്കെ വന്നാലുണ്ടല്ല കൊച്ചു വേറെ ലെവലാണ്. പിന്നെ നിങ്ങൾ കൂടെ ടിക്കറ്റ് എടുക്കുന്ന സീനൊന്നും ഉണ്ടാവില്ല. ഈ പുറത്തൊക്കെ ഉള്ള പോലെ ഒറ്റ ടിക്കറ്റ് കൊണ്ട് ബസ്സിലും ബോട്ടിലും സൈക്കിളിലും ഒക്കെ പോവാം. ഇതൊക്കെ ഇവിടെ വരും, വരാണ്ട് അവിടെ പോകാനാണ്. ഈ കൊച്ചിയുണ്ടല്ല റാണിയാണ്, അറബിക്കടലിന്റെ റാണി. ഇവിടെ നമ്മൾ വേണ്ട പോലെ നോക്കാനുണ്ടല്ല, നമ്മളൊക്കെ ഇവിടുത്തെ രാജാക്കന്മാരാണ്. രാജാക്കന്മാര്